അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. വേറെ എടുക്കല്ല, വയനാട്ടിലോട്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ മോനാട്ടോ, ഷാദിൽ. അപ്പോൾ ഇതിൻ്റെ അനിയനാണ് ഷാഹിദ്, ഞാൻ മറ്റേതിൻ്റെ മോനും. രണ്ടാളും വീഡിയോ ഓണാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ, വീഡിയോ നോക്കണമൊന്നുമില്ല. ഞങ്ങളിത് ഈദിനാട്ടോ ഷൂട്ട് ചെയ്ത്, ഈദിനാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. പക്ഷെ അപ്പോൾ ഇതൊന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവരൊരു കാട്ടുകൂട്ടലാട്ടോ പെങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ പെട്ടെന്നുള്ള യാത്രയായിരുന്നു കേട്ടോ. കാരണം ഈദിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വന്നിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ട്രിപ്പൊക്കെ പോയത്. അങ്ങനെ പെട്ടെന്നുള്ള ഒരു പോക്കായതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വീട്ടിലോട്ട് വന്ന ആ ബാഗ് അങ്ങനെ എടുത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത്, അവർക്ക് വണ്ടി കയറിയാൽ വെള്ളം എന്ന് ചോദിക്കണ ഒരു പതിവുണ്ട് കേട്ടോ. അതൊന്നല്ല, വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് പഞ്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ ചിലവായിട്ടുണ്ടായിരുന്നു. അത് റെഡിയാക്കി കഴിഞ്ഞ് തിരിച്ച് പോരുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള യാത്രയായിരുന്നു എന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടാണ് ഇക്കാക്ക വന്നത്. വെള്ളിയാഴ്ച 2ാം പെരുന്നാളായിരുന്നല്ലോ. അപ്പോൾ ജുമാക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മോനിക്ക് ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാമ്പേഴ്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല വൈകിട്ടുണ്ടായിരുന്നു. വയനാട് കയറുമ്പോൾ ഒരു 5 മണിക്കൂർ ഏകദേശം ഉണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 3:30 ഇറങ്ങി എന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും ലേറ്റ് ആവും. കിട്ടുമെന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര പോണത്. ഒന്നാമത് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വണ്ടി പഞ്ചറാവും ചെയ്തു. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായി വരുമ്പോഴത്തേനും നേരാക്കി വരുമ്പോഴത്തേനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വണ്ടിയിൽ കയറിയാൽ ഈ ഉറക്കം പതിവാണ്. AC ഓണാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഉറക്കം പതിവാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നല്ല മഴ പെയ്തു കേട്ടോ. കോഴിക്കോട് ആ ഭാഗമൊക്കെ എനിക്ക് ഏതാ സ്ഥലം ഒന്നും എനിക്കറിയില്ല. നമുക്ക് വണ്ടി സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ലല്ലോ, പതുക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ സമയം ലേറ്റായി. പോണ വഴിക്ക് മഴയൊക്കെ മാറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. ചുരം കയറിനാട്ടി മുന്നേ ഒരു മക്കാമ് കണ്ടിരുന്നു. ആ മക്കാമിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. എന്താണ് ആ മക്കാമിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ചുരം കയറിനാട്ടി മുന്നുള്ള ഒരു മക്കാമാണ്. കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി നിസ്കരിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ചുരം കയറിയത് ലേറ്റ് ആയാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ചുരം കയറിയത്. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 9:30-9:45 ആകുമ്പോഴത്തേക്കും ചുരത്തിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ടോപ്പിൽ നിന്ന് ആ താഴ്ഭാഗം കാണുന്ന ആ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അന്ന് രാത്രി കാറിലാട്ടോ സ്റ്റേ ചെയ്ത് ഇറങ്ങി. നല്ല നേരത്തെ തന്നെ റൂംസൊന്നും കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല, ലേറ്റായിട്ട് ഇറങ്ങിയോണ്ട് തന്നെ. അതുകൊണ്ട് കാറിലാണ് സ്റ്റേ ചെയ്ത്. പിറ്റേ ദിവസം ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. 6 മണിക്കാകുമ്പോഴത്തേക്കും ഞാൻ എണീറ്റുണ്ടായിരുന്നു. നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ പറയാൻ മാത്രമുള്ള തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പെട്രോൾ പമ്പിലാണ് കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ റോഡിൽ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വയനാട് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ വരുന്ന പ്ലേസാണ്, ചൂരൽമലയും സംഭവങ്ങളൊക്കെ. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് ആ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ചൂരൽമലയ്ക്കാണ്. അങ്ങോട്ട് തന്നെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. ചൂരൽമല കണ്ടിട്ട് തിരിച്ച് വെച്ചിട്ടാണ് ഇറങ്ങി. നാട്ടിൽ വന്നിട്ട് ചൂരൽമല കാണാതെ പോണത് ശരിയല്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ കണ്ട് കുറേ പൊളിഞ്ഞ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ വീട്ടിലും ഭാഗത്തൊക്കെ ഞങ്ങൾ കയറി കണ്ടു. പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിൽ കയറിയപ്പോൾ അവിടെ കളിക്കണ പാവ, പിന്നെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു പുസ്തകം കണ്ടു. അതിൽ കയറിയപ്പോൾ +2 പഠിക്കുന്ന കുട്ടിയുടെ ബുക്സൊക്കെ കണ്ടിരുന്നു. അവിടുത്തെ നാട്ടുകാരനെ കണ്ട് സംസാരിച്ചപ്പോൾ ദുരന്തം നേരിട്ട് അനുഭവിച്ച ഒരാളുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ മൊത്തം ആ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ 2ാമത്തെ പൊട്ടലിന് അവർ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്.
ഇത് ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ പൊട്ടിയത്. ആ ഒരു ഭാഗത്തു നിന്നാണ് പൊട്ടിയിൽ ആദ്യം വന്നത്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. കുറേ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് കാണാനുണ്ട്. ഇപ്പോൾ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് വയനാട്ടിലോട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചൂരൽമല ഒന്ന് എല്ലാവരും വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 9:30 ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ച് പോകാൻ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങൾ പോണ വഴിക്കൊരു കോഴിക്കോട് ഒരു വലിയൊരു മർക്കസ് ഉണ്ട്, വലിയൊരു പള്ളി. അത് കണ്ടിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ വയനാട്ടിൽ നിന്ന് തന്നെ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ പോണ വഴിക്കുള്ള കാഴ്ചകളായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളൊരു 11:30 ആകുമ്പോഴത്തേനും ചുരം എത്തിയിട്ടുണ്ടായിരുന്നു. ചുരത്തിൻ്റെ ടോപ്പിൽ നിന്ന് രാത്രിയല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പോണ വഴിക്കാണ് കേട്ടോ ഇയാളെ കാണുന്നത്. ഇയാൾക്ക് കയ്യിൽ കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ഇതിപ്പോൾ അവൻ്റെ കയ്യിലുള്ള പഴം കണ്ടിട്ട് മൂപ്പരാൾ അവിടെ ഗ്ലാസ്സിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ കാക്ക ഇടക്കിടക്ക് ഇങ്ങനെ ഗ്ലാസ് ചെറുതായിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ മറ്റാൾക്ക് പേടിയാവണം കേട്ടോ. പിന്നെ വണ്ടി കണ്ട ആ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുമല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ ആ മർക്കസിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ മർക്കസ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ ഉള്ളിലൊരു ആ മർക്കസ് എത്തനാട്ടി മുന്നേ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി. എക്സ്പോൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ട്, പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ, പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് കളിക്കാനുള്ള കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ മോനും ഷാദിലൊക്കെ കൂടി കളിക്കുകയാണ് കേട്ടോ. ഇത് ആ പള്ളി എത്തനാട്ടി മുന്നേ ഒരു ഹാളിൽ നടക്കുന്ന ഒരു എക്സ്പോ ആണ് കേട്ടോ. ഇത് ആ പള്ളിയുടെ താഴ്ഭാഗത്ത് കുറേ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അവിടുത്തെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. മർക്കസിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. പള്ളിയും ആ ഭാഗവും ആ വ്യൂവും ഒക്കെ നല്ല അടിപൊളിയാണ്. അവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ്, ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു നാട്ടിലോട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.